ലാറ്റ്വിയ എന്ന് പറഞ്ഞൊരു കൺട്രി. അവിടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അവിടെ സെറ്റിൽ ആവാൻ പറ്റണമെന്നില്ല. ലാറ്റ്വിയയിലോട്ട് എത്ര എക്സ്പെൻസ് വരും? ഈ ലാറ്റ്വിയ എന്നൊരു കൺട്രിയെ പറ്റിയിട്ട് ഇക്കയ്ക്ക് അഡ്വർടൈസ്മെൻറ്റിലൂടെ പല കാര്യങ്ങൾ അറിയാം. ഈ ഒരു മുൻധാരണ വെച്ചിട്ടായിരിക്കും നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലാറ്റ്വിയയിലോട്ട് പോകാൻ ആദ്യം പറയുന്നത് നമുക്ക് എത്ര എക്സ്പെൻസ് വരും. ലാറ്റ്വിയ എന്നുള്ള കൺട്രി നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ കൺട്രി ആയിട്ടാണ്. ഈ ഏറ്റവും കുറഞ്ഞ ചിലവ് പഠിക്കാൻ പറ്റുന്ന യൂറോപ്യൻ കൺട്രി ആണെങ്കിൽ പോലും അവിടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അവിടെ സെറ്റിൽ ആവാൻ പറ്റണമെന്നില്ല. പഠിക്കാം. നമുക്കൊരു യൂറോപ്യൻ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ 26 കൺട്രീസിലോട്ട് ഷെങ്കൻ വിസയിലോട്ട് നമുക്ക് വിസ ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റ് കൺട്രീസിലോട്ട് ഈസി ആയിട്ട് ആക്സസബിൾ ആണ്. ട്രാവൽ ചെയ്യാം, ജോബ് ഹണ്ട് ചെയ്യാം. ഈ ഒരു ഒറ്റ ഓപ്ഷനാണുള്ളത്. ലാറ്റ്വിയയിലോട്ട് എത്ര എക്സ്പെൻസ് വരും? ഹലോ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. നമുക്ക് വൺസ് അവിടെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യണം. ഹലോ വെരിഫിക്കേഷൻ എന്ന് പറയുന്നു. അതിനൊരു എത്ര എമൗണ്ട് വരും? അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ പ്രോസസ്സിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വിസയ്ക്ക് എത്ര എക്സ്പെൻസ് വരും? ടിക്കറ്റിങ് എത്ര വരും? അക്കോമഡേഷൻ എത്ര വരും? ഇതിനെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഏത് കൺസൾട്ടൻസീസാണ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? 99% പേരും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സാണ്. ഒബ്വിയസ്ലി നമ്മളും ചെയ്യുന്നത് ബിസിനസ് തന്നെയാണ്. പക്ഷെ നമുക്കിതിൻ്റെ ഒരു റിയാലിറ്റി പറഞ്ഞുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു സ്റ്റുഡൻറ്റിനും പാരൻസിനും സ്റ്റഡി അബ്രോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല.